ചെങ്കടലിൽ ഹൂതി വിമതരുടെ ആക്രമണങ്ങൾ വീണ്ടും രൂക്ഷമാവുകയാണ്. ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ചരക്ക് കപ്പലുകളാണ് മുക്കിയത്. ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 നാവികർ കൊല്ലപ്പെടുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തിരുന്നു. ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഹൂതികളെ കീഴടക്കിയെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തിരിച്ചടിയായിരിക്കുകയാണ്. കഴിഞ്ഞ മേയിൽ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിക്കൊപ്പം നടത്തിയ ചർച്ചയിൽ 52 ദിവസത്തെ തീവ്രമായ ബോംബാക്രമണത്തിന് ശേഷം ഹൂതികൾ കീഴടങ്ങിയെന്നും ഇനി കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തില്ലെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. അവർ ഇനി കപ്പലുകൾ ആക്രമിക്കില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ബോംബാക്രമണവും നിർത്തി എന്നാണ് ട്രംപ് മേയിൽ പറഞ്ഞത്. എന്നാൽ ജൂലൈ 6-ന് ഗ്രീക്ക് ഉടമസ്ഥതയിലുള്ള മാജിക് സീസ് എന്ന കപ്പലും തൊട്ടടുത്ത ദിവസം എറ്റേണിറ്റി സീ എന്ന കപ്പലും ഹൂതികൾ മുക്കി. എറ്റേണിറ്റി സീയിലെ ആക്രമണത്തിൽ 4 ജീവനക്കാർ മരിക്കുകയും മറ്റുള്ളവരെ കാണാതാവുകയും ചെയ്തു. US ഉദ്യോഗസ്ഥൻ ന്യൂയോർക്ക് ടൈംസിനോട് വെളിപ്പെടുത്തിയതനുസരിച്ച് 52 ദിവസത്തെ US വ്യോമാക്രമണ പ്രചരണത്തിനായി 1100-ലധികം ആക്രമണങ്ങൾ നടത്തുകയും 100 കണക്കിന് ഹൂതി വിമതരെ കൊല്ലുകയും $1 ബില്യൺ ചെലവഴിക്കുകയും ചെയ്തു. എന്നിട്ടും ഹൂതികളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ US-ന് കഴിഞ്ഞിരുന്നില്ല. യുദ്ധം തുടങ്ങി 30 ദിവസങ്ങൾക്ക് ശേഷവും ഹൂതികൾ US ഡ്രോണുകളെ വെടിവെച്ചിടുകയും നാവിക കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരുന്നു. പുതിയ ആക്രമണങ്ങൾ US-നെ വീണ്ടും സംഘർഷത്തിലേക്ക് വലിച്ചിഴക്കുമെന്നാണ് സൂചന. കടലിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ ഞങ്ങൾ തുടരുമെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വക്താവ് ടാമി ബ്രൂസ് പറഞ്ഞത്. ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ പ്രാദേശിക സുരക്ഷയ്ക്ക് ഉയർത്തുന്ന ഭീഷണി ഈ ആക്രമണങ്ങൾ തെളിയിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2023 നവംബർ മുതൽ 2024 ഡിസംബർ വരെയുള്ള 1 വർഷ കാലയളവിൽ ഹൂതികൾ ചെങ്കടലിലും ഏദൻ ഉൾക്കടലിലുമായി 100-ലധികം വാണിജ്യ കപ്പലുകൾ ആക്രമിച്ചിരുന്നു. 6 മാസത്തിലേറെ നീണ്ട വെടിനിർത്തലിന് ശേഷം അവർ വീണ്ടും ആക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. സൈനിക വിശകലന വിദഗ്ധർ പറയുന്നതനുസരിച്ച് ഹൂതികളുടെ ഈ തിരിച്ചുവരവ് അവരുടെ പ്രതിരോധ ശേഷിയും വർദ്ധിച്ചു വരുന്ന ശക്തിയും പ്രകടമാക്കുന്നു എന്നാണ്. അവർ വ്യോമാക്രമണങ്ങളെ അതിജീവിച്ചു, പുതിയ സഖ്യങ്ങൾ കെട്ടിപ്പടുത്തു, ആയുധശേഖരം മറച്ചുവെക്കാൻ പഠിച്ചു. ഒരു വിശകലന വിദഗ്ധനെ ഉദ്ധരിച്ച് ഒരു ബ്രിട്ടീഷ് പത്രം റിപ്പോർട്ട് ചെയ്തത് ഇങ്ങനെയാണ്: ഇപ്പോൾ അവരെ ഇല്ലാതാക്കുക എന്നത് മുൻപത്തേക്കാൾ ബുദ്ധിമുട്ടാണ് എന്നും ഈ വിശകലന വിദഗ്ധൻ പറയുന്നു. പിന്നാലെ ഹൂതി നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂതി ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് പ്രഖ്യാപിച്ചു. ഇസ്രായേലിൻ്റെയും US-ൻ്റെയും ആക്രമണങ്ങൾക്കിടയിലും തങ്ങൾക്കുള്ള ഇറാൻ്റെ പിന്തുണ വർദ്ധിച്ചു വരികയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അതേസമയം ഹൂതി ആക്രമണങ്ങളുടെ പുനരുജ്ജീവനം US-ൻ്റെ തന്ത്രത്തിൻ്റെ പരിമിതികൾ വെളിപ്പെടുത്തുക കൂടിയാണ്. ഹൂതി ആക്രമണങ്ങൾ ആഗോള വ്യാപാരത്തിന് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ലോകത്തെ 40% വാണിജ്യ കപ്പലുകൾ ഗതാഗതവും നടത്തുന്നത് ചെങ്കടൽ വഴിയാണ്. ചെങ്കടലിലെ സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നത് ആഗോള വിപണികളെ പ്രതികൂലമായി ബാധിച്ചേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.